ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ അതെ ഇന്ന് കുറുപ്പമ്പടി ടൗണിൽ ഏകദേശം 4 ബെഡ്റൂമൊക്കെ വരുന്ന പുതിയ ഒരു 2 നില വീട് അന്വേഷിച്ച് നടക്കുന്നവർക്കായിട്ട്, അത് അത്യാവശ്യം സ്ഥല സൗകര്യമുള്ളവർക്ക്, സ്ഥല സൗകര്യം വേണമെന്ന് ആവശ്യമുള്ളവർക്കായിട്ടുള്ള വീടാണ്. ഈ സ്ഥലം വരുന്ന ഏകദേശം 7 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റ് വീടാണ്. 4 ബെഡ്റൂമുകളിൽ 3 അറ്റാച്ച്ഡ്, ഒരു കോമൺ ആണ് വരുന്നത്. അപ്പോൾ വീട് നല്ല രീതിയിൽ തന്നെ നല്ല ബോക്സി ടൈപ്പ് ഡിസൈനിൽ പുതിയ രൂപഘടനയോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതും 2000 സ്ക്വയർ ഫീറ്റ് ആണ് വീടിന്റെ വിസ്തീർണം വരുന്നത്. അപ്പോൾ വീടിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചു തരാം. മുറ്റം തന്നെ നോക്കുമ്പോഴേലും കാണാവുന്നതാണ്. അത്യാവശ്യം 4-5 കാറുകൾ പാർക്ക് ചെയ്യാവുന്ന വലിയ ഒരു മുറ്റം തന്നെ വന്നിട്ടുണ്ട്. അതും ടൈലൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്ക് ഏരിയ നോക്കുമ്പോഴായാലും അവിടെ അത്യാവശ്യം കിച്ചൺ ഗാർഡനുള്ള കാര്യങ്ങളൊക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് കിണറും കാര്യങ്ങളും വരുന്നത്, അത് കാണിച്ചു തരാം. അപ്പോൾ വീടിന്റെ മുൻവശത്ത് നോക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ടൊക്കെ ആയാലും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ക്യൂട്ട് സിറ്റ് ഔട്ടും കാര്യങ്ങളാണ് വന്നിട്ടുണ്ട്. ഷോവാളും കാര്യങ്ങളൊക്കെ ആയാലും പുതിയ മോഡലിൽ തന്നെ പണിതിട്ടുണ്ട്. അത്യാവശ്യം ഗ്ലാസ് ഇട്ടിട്ടുള്ള മുകളിലത്തെ ഔട്ട്ഡോർ സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീടിന്റെ ഉള്ളിലേക്ക് പോവാം, ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആയാലും സിറ്റ് ഔട്ടൊക്കെ അത്യാവശ്യം 2 ചെയർ ഡൗൺ സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇവിടെ 2 പാളിയുടെ ഒരു ജനലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോർ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് ഡോറും കാര്യങ്ങളൊക്കെയാണ്, അതും വളരെ മിനിമൽ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കയറുമ്പോഴായാലും കയറി വരുന്ന ഹാളും കാര്യങ്ങളൊക്കെ ഒരു അത്യാവശ്യം നല്ലൊരു നീറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിറ്റിംഗ് സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ടോ. ഇവിടുന്ന് വരുന്ന ഒരു വലിയൊരു ഡൈനിങ് ഏരിയയിലേക്കാണ്. വാഷ് ഏരിയ ആയിട്ട് ഈ സൈഡിലിട്ട് വാഷ് ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതും വളരെ മനോഹരമായിട്ട് ഇതുവരെ കണ്ടുവരാത്തൊരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. ഈ ബെഡ്റൂമായിട്ട് അത്യാവശ്യം കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ തീർത്ത് മനോഹരമായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതും പുതിയൊരു കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് റൂമോട് കൂടിയിട്ടുള്ള ഒരു വലിയൊരു ടോയ്ലറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത റൂമിലേക്ക് പോവാം. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. വാഷേരിയുടെ സൈഡിലായിട്ട് തന്നെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു വിസ്തീർണമുള്ള ബെഡ്റൂം കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു രീതിയിലുള്ള കബോർഡ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് 3 പാളി വരുന്നിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാർഡ്രോബും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതും ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടോയ്ലറ്റ് നോക്കാം. ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ഫിറ്റിംഗ്സോട് കൂടിയിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ടിവിക്ക് ആയിട്ടുള്ള സ്പേസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് അത്യാവശ്യം കബോർഡ് വർക്കും കാര്യങ്ങളും വയറിങ്ങിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോവാം. കിച്ചൺ നോക്കുമ്പോഴായാലും വളരെ മനോഹരമായിട്ട് നല്ലൊരു ചെറിയൊരു കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. അത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവും. കളർ കോമ്പിനേഷനുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിന്റെ വർക്ക് ഏരിയ നോക്കാം. വർക്ക് ഏരിയയിലായപ്പോലും 2 കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. സിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത്. ബാക്ക് ഏരിയയിലേക്കുള്ള ഡോറും കാര്യങ്ങളും നോക്കാം. ബാക്ക് ഡോർ തുറന്ന് ചെല്ലുന്നത് ചെറിയൊരു മുറ്റത്തേക്കാണ്. ഇവിടെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. വീടിന്റെ സൈഡിലായിട്ടാണ് ഈ സ്പേസ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ മുകളിലേക്ക് പോവാം. സ്റ്റെയറിന്റെ സൈഡ് റെയിൽ സൈലും കാര്യങ്ങളൊക്കെ സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ലൈറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ സ്റ്റെയർ ഏറി മുകളിൽ ചെന്ന ലാൻഡിംഗ് ആയിട്ട് അത്യാവശ്യം ചെറിയൊരു സ്പേസ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് കോമൺ ടോയ്ലറ്റുകൾ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു മനോഹരമായിട്ടുള്ള ഒരു കോമൺ ടോയ്ലറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകും, മുകളിലത്തെ. അപ്പൊ ഇതാണ് നമ്മുടെ കോമൺ ബാത്റൂം വരുന്നത്, മുകളിലത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയും ഫുൾ ഫിനിഷോട് കൂടിയിട്ടുള്ള ഫൈബർ ഡോറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുണ്ടായി. ഈ റൂം ആയാലും അത്യാവശ്യം കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ള ആ ഒരു കളർ പാറ്റേണും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പൊ അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് അടുത്തൊരു ചെറിയൊരു ബെഡ്റൂം വരുന്നത്. ഇത് നമുക്ക് മുകളിൽ സിറ്റിംഗ് സ്പേസ് ആയിട്ടോ ബെഡ്റൂം ആയിട്ടോ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 2 ചെയർ ഇടാവുന്ന ഒരു ഔട്ട്ഡോർ സിറ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും ഗ്ലാസ് ഏരിയയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഈ വീടിന്റെ മുകളിലത്തെ അത്യാവശ്യം നമുക്ക് വർക്ക് ഏരിയ ആയിട്ട് കൺസിസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബാക്ക് സ്പേസ് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ടൈലൊക്കെ ഇട്ട് നല്ല വിശാലമായിട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളും സൗകര്യാർത്ഥം സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ചെറിയൊരു പാർട്ടിയും കാര്യങ്ങളും നടക്കുമ്പോൾ നമുക്കൊരു പാർട്ടി ഏരിയ ആയിട്ടും വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം കേട്ടോ. അതുകൂടാണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആഡോണായിട്ട് അത്യാവശ്യം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയുണ്ട്. അതായത് അഴകെട്ടി തുണി ഉണക്കാൻ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഭാഗം ടൈൽ ഇട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ തന്നെ വീടിന് വരുന്നതായിട്ട് നമുക്ക് പറയാം കേട്ടോ. ഇവിടെ ഡ്രസ് വർക്കും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന് കൊടുത്തിട്ടുള്ള ഗാർഡൻ ഏരിയ, അതിൽ ഒരു കിച്ചൺ ഗാർഡനുള്ള ഏരിയ മുകളിൽ നിന്ന് തന്നെ കാണിച്ചു തരാം. മുകളിൽ നിന്നുള്ള വ്യൂ നോക്കിക്കോളൂ. ഇവിടെയാണ് കിണറും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അതുപോലെ ഇത്രയധികം സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ.
അത്യാവശ്യം നമുക്ക് കൃഷി കാര്യങ്ങൾ താല്പര്യമുള്ളവർക്കായാലും ചെറിയൊരു കിച്ചൺ ഗാർഡൻ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതും വളരെ ഒതുക്കി ബാക്ക് സൈഡിലായിട്ട് കൊടുത്തുകൊണ്ട് തന്നെ വേറൊരു ശല്യമോ കാര്യങ്ങളോ ഉണ്ടാവില്ല. വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ച് കൊണ്ടുനടക്കാം കേട്ടോ. മനോഹരമായിട്ടുള്ള വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 2000 സ്ക്വയർ ഫീറ്റിൽ 7 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റ് വീടാണ് വരുന്നത്. 4 ബെഡ്റൂം, അതിൽ 3 അറ്റാച്ച്ഡ്, ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് വരുന്നത്. കുറുമ്പടി ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്കായാലും നടന്നു പോകാനുള്ള ദൂരം ഉള്ളൂ. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില 80 ലക്ഷം രൂപ ഉണ്ടോ. താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, ഫിനാൻസ് അറേഞ്ച് തരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.